ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ദണ്ഡകവനത്തിൽ പ്രവേശിച്ചയുടൻ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജാഗ്രതയായി 4 വശവും കണ്ണോടിച്ചു കൊണ്ടുവേണം മുമ്പോട്ട് നടക്കാൻ. ഇവിടെ രാക്ഷസ പരീക്ഷകളുടെ അധിവാസ കേന്ദ്രമാണ്. വില്ല് നല്ലവണ്ണം കുലച്ച് കയ്യിൽ പിടിച്ചുകൊള്ളുക. നീ മുമ്പേ നടക്കൂ, നടുക്കു ജാനകിയും പിമ്പെ ഞാനും നടക്കാം. ആ വിധത്തിൽ അവർ ഏതാണ്ട് 1 യോജന ദൂരം സഞ്ചരിച്ചപ്പോൾ പർവ്വതാകാരമായൊരു ഭീഭത്സ സത്വം അവരുടെ നേർക്ക് അലറിക്കൊണ്ടടുത്തു. ആ സത്വം വൈദേഹിയുടെ നേർക്കടുത്തു. ആദ്യം അവന്റെ 2 കൈകളും വെട്ടിമുറിച്ചു. എന്നിട്ടും അവൻ സീതയുടെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവന്റെ 2 കാലുകളും വെട്ടിമുറിച്ചു. അപ്പോഴും അവൻ സീതയുടെ അന്തികത്തിലേക്ക് നിരങ്ങി നീങ്ങുന്നത് കണ്ട് രഘുപതി ഒരു കൂരമ്പിനാൽ അവന്റെ ശിരസ്സും അറുത്ത് ദൂരെ തെറിപ്പിച്ചു. തലയും കൈകാലുകളുമില്ലാത്ത ആ കബന്ധം വീണ്ടും സീതയുടെ നേർക്കടുക്കുന്നത് കണ്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരായുധവും കൊണ്ട് ഇവനെ വധിക്കാൻ സാധ്യമല്ല. അനുഭവം കൊണ്ട് കാണുന്നത് അങ്ങനെയാണ്. ആ വിധത്തിൽ ഒരു വരം ഇവന് സിദ്ധിച്ചിരിക്കണം. അവർ 2 പേരും കൂടി ആ കബന്ധത്തിൽ പാദങ്ങൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും ചവിട്ടിയും ഇടിച്ചും അതിനെ മൃതപ്രായമാക്കിയപ്പോൾ ആ ഗാത്രത്തിൽ നിന്നും കനകാഭരണ വിഭൂഷിതനായി സൂര്യപ്രഭയെ വില്ലുന്ന കാന്തിയോടെ ഒരു സുന്ദര രൂപി പുറത്തുവന്ന് രാമചന്ദ്രന്റെ ചേവടികളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭക്തിപൂർവം പറഞ്ഞു, അല്ലയോ കരുണാനിധിയായ കമലേക്ഷണ, ദയാസിന്ധു, അടിയനിൽ കനിവുണ്ടാകണം. ഈ പാപി തുമ്പുരു എന്ന ഗന്ധർവനാണ്. ഒരിക്കൽ കുബേരൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അക്കാലത്ത് അദ്ദേഹത്തിന്റെ ദാസനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നില്ല. അദ്ദേഹത്തിന്റെ പുത്രനായ നളകൂബരന്റെ ഭാര്യ രംഭയുമൊത്ത് ഞാനപ്പോൾ രഹസ്യ രതിക്രീഡ ചെയ്യുന്ന സമയമായിരുന്നു. സത്യാവസ്ഥ അറിഞ്ഞ ക്രുദ്ധനായി തീർന്ന വൈശ്രവണൻ, നീയൊരു ഘോര രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. എന്ന് രഘുകുലപതിയായ ശ്രീരാമദേവൻ നിന്നെ നിരായുധനായി വധിക്കാൻ ഒരുങ്ങുന്നുവോ അന്ന് നിനക്ക് സ്വന്തം രൂപവും സിദ്ധിക്കുമെന്ന് ശാപമോക്ഷവും അരുളി. അടിയന് ദേവലോകത്തേക്ക് പോകുവാൻ അനുവാദം തരണം. ഇവിടെ നിന്നും 1.5 യോജന അകലത്തിൽ ശരഭംഗൻ എന്ന ഒരു മഹർഷി ശ്രേഷ്ഠൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ അവിടത്തേക്ക് വേണ്ട നന്മകൾ സിദ്ധിക്കും. ആ രാക്ഷസന്റെ പേര് വിരാധൻ എന്നായിരുന്നു. വിരാധന്റെ ജഡം ഒരു വലിയ ഗർത്തത്തിലിട്ട് മൂടിയതിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതാസമേതം ശരഭംഗാശ്രമം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കുമുദവനം എന്ന സ്ഥലത്തായിരുന്നു ആ മുനിയുടെ ആശ്രമം. ശ്രീരാമനെ നേരിൽ കണ്ട് സായുജ്യമടയാൻ കാത്തിരിക്കുന്ന ഒരു താപസവര്യനായിരുന്നു ശരഭംഗൻ. സീതാലക്ഷ്മണ സമേതം സമാഗമിച്ച ശ്രീരാമചന്ദ്രനെ അദ്ദേഹം സ്വീകരിച്ച് സൽക്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീരാമചന്ദ്ര, മൈഥിലിയോടും കൂടി അങ്ങേ തൃക്കൺ പാർക്കാൻ വേണ്ടി എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് എനിക്ക് ആ ഭാഗ്യം സിദ്ധിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീഷ്ണൻ എന്നൊരു താപസൻ ഈ വനത്തിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ എല്ലാ കാര്യത്തിനും അദ്ദേഹം നിവൃത്തിമാർഗം ഉപദേശിച്ചു തരും. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മംഗലാത്മാവായ രാമചന്ദ്രന്റെ വിശ്വമോഹനമായ വദനകമലം നോക്കി നിർവൃതിയിൽ മുഴുകി പരമാനന്ദ നിർലീനനായി ആ മുനിപ്രവരൻ യോഗാഗ്നിയിൽ തന്റെ ഭൗതിക ശരീരം ആഹൂതി ചെയ്ത് സായുജ്യപദം പ്രാപിച്ചു. ചുറ്റുപാടുമുള്ള പർണശാലകളിലെ മുനിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അടവിയിലുള്ള പർണശാലകളെല്ലാം ഒന്ന് ചുറ്റിക്കാണണമെന്ന്. അപ്പോൾ അവര് രാമൻ ആരാണെന്നും അദ്ദേഹം എന്തിനായി അവതരിച്ചിരിക്കുന്നു എന്നും ജ്ഞാനദൃഷ്ട്യ ധരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പർണശാലകളിൽ തലയോടുകളും എല്ലുകളും കുന്നുകുന്നായി കിടക്കുന്നത് കണ്ട ദയാപുരസരം അദ്ദേഹം ചോദിച്ചു, മനുഷ്യ ശിരസ്സുകളും അസ്ഥികൂട്ടങ്ങളും ഇത്ര വളരെ ഇവിടെ ഉണ്ടാകാൻ എന്താണ് കാരണം? മഹർഷികൾ അറിയിച്ചു, രാമഭദ്ര, രാക്ഷസവൃന്ദങ്ങൾ സാധുക്കളായ ഋഷികളെ നിർദ്ദയം കൊന്നു തിന്നതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. രാമൻ അവർക്ക് വാക്കുകൊടുത്തു, രാക്ഷസന്മാരെ ഒന്നൊഴിയാതെ വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നതാണ്. പിന്നീട് അവർ സുധീഷ്ണ ആശ്രമത്തിലെത്തി. കുംഭോത്ഭവ ശിഷ്യനായ സുധീഷ്ണ മഹർഷി അവരെ ആദരപൂർവം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, മഹർഷിയായ എനിക്ക് അങ്ങയുടെ തിരുനാമം ഉരുവിട്ട് സായുജ്യപദം നേടണം. എന്റെ ആഗ്രഹം അതുമാത്രമാണ്. രാമൻ പറഞ്ഞു, താപസോത്തമ, അങ്ങ് എന്നെ ഭക്തിപൂർവം രാമമന്ത്രം കൊണ്ടും രാമപൂജ കൊണ്ടും സേവിക്കുന്നതിനാൽ മോക്ഷത്തിന് അർഹനായി ഭവിച്ചിരിക്കുന്ന ധന്യാത്മാവാണ്. പിറ്റേ ദിവസം രാവിലെ
സുതീഷ്ണ താപസനും ഒരുമിച്ച് അവർ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. പ്രകൃതി രമണീയത കൊണ്ട് സുന്ദരമായ അഗസ്ത്യാശ്രമം കണ്ട് രാമൻ അതിശയപൂർവം ആനന്ദവാരിധിയിൽ മുഴുകി നിന്നുപോയി. രാമൻ എത്തിയതറിഞ്ഞ് കുംഭോത്ഭവനുണ്ടായ സന്തോഷം സീമാതീതവും വാചാമഗോചരവുമായിരുന്നു. അദ്ദേഹം ശിഷ്യഗണങ്ങളും ഒരുമിച്ച് ഏതെല്ലാം വിധത്തിലുള്ള ആചാരോപചാരങ്ങളോടുകൂടിയാണ് ദശരഥപുത്രന്മാരെയും ജനകാത്മജയെയും എതിരേറ്റ് സൽക്കരിച്ചതും പൂജിച്ചതുമെന്ന് വർണ്ണിക്കുവാൻ വാക്കുകളില്ല. അഗസ്ത്യൻ രാമചന്ദ്രന് വാസവൻ പണ്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ചാപവും ബ്രാഹ്മമായ ഒരു ബാണവും ശൈവമായ ഒരു തൂണീരവും ദാനം ചെയ്തു. തനിക്ക് ആവശ്യമുള്ളപ്പോൾ അവ മൂന്നും സ്വയം തൻ്റെ കയ്യിൽ വന്നുകൊള്ളട്ടെ എന്ന് അനുഗ്രഹിച്ച് അവയെ മുനിവര്യന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. അഗസ്ത്യൻ പറഞ്ഞു, ഗൗതമി നദീതീരത്ത് പഞ്ചവടി എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് അതിൽ അങ്ങ് അധിവസിച്ചാലും. അഗസ്ത്യപാദങ്ങളിൽ പ്രണമിച്ച് യാത്രാനുവാദവും അനുഗ്രഹങ്ങളും വാങ്ങി അവർ യാത്ര തുടർന്നു പഞ്ചവടിയിലേക്ക്. ദണ്ഡകാരണ്യത്തിന്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചം എന്ന ഒരു ഗിരിശൃംഗമുണ്ട്. ക്രൗഞ്ചം എന്ന പർവ്വതത്തെ പണ്ട് ഭാർഗവരാമൻ ഒരു വിശിഖം പ്രയോഗിച്ച് രണ്ടാക്കി പിളർന്നു. അത് കണ്ട് സന്തോഷിച്ചാണ് പരമശിവൻ ഒരു പരശു ആയുധമായി ഭാർഗവരാമന് നൽകിയത്. അവിടെ വെച്ചാണ് രാമൻ ജടായുവിനെ കാണുന്നത്. ജടായു ഒരു ദാസനായി രാമനോടൊപ്പം നിന്നുകൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും രാമൻ സമ്മതിച്ചില്ല. ഞങ്ങൾ ഇപ്പോൾ രാജകുമാരന്മാരല്ല, വനസഞ്ചാരികളാണ്. അങ്ങയുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അറിഞ്ഞു ചെയ്താൽ മതി. അങ്ങ് പോയി സ്വസ്ഥമായി ജീവിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി. അങ്ങനെ അവർ പഞ്ചവടിയിൽ പ്രവേശിച്ചു. 5 വലിയ വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിലും രൂപത്തിലും ശാഖോപശാഖകൾ നീട്ടി പന്തലിച്ച് ഒരു വൃത്തരേഖയിൽ എന്ന പോലെ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചവടി എന്ന പേര് ആ സ്ഥലത്തിന് സിദ്ധിച്ചത്. അതിൻ്റെ ഉത്ഭവ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഗർവിഷ്ഠന്മാരും മതാന്തന്മാരുമായ 5 ഗന്ധർവ തരുണന്മാർ ആ അടവിയിൽ അപ്രതീക്ഷിതനായി ആഗമിച്ച അഗസ്ത്യ മഹർഷിയെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ചുറ്റും വളഞ്ഞ് തടഞ്ഞു നിർത്തി. രോഷാകുലനായി തീർന്ന മുനി അവർ 5 വടവൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപഫലമായി അവർ 5 വലിയ പേരാൽ മരങ്ങളായി രൂപം പ്രാപിച്ചു. ഏതെങ്കിലും ഒരു കാലത്ത് ശ്രീരാമചന്ദ്രൻ പത്നിയോടും അനുജനോടും കൂടി ഇവിടെ വന്ന് പർണശാല നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും അരുളി ചെയ്തു. രാമഭക്തനായ അഗസ്ത്യൻ ദാശരഥിയെ പഞ്ചവടിയിലേക്ക് അയച്ചതും ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. ആ 5 വടവൃക്ഷങ്ങളുടെ നടുവിലാണ് പർണശാല നിർമ്മിക്കുവാൻ രാമൻ സുമിത്രാത്മജനോട് ആജ്ഞാപിച്ചത്. ലക്ഷ്മണൻ സമീപത്ത് കണ്ട ഒരു നീണ്ട കരിമരം വെട്ടിമുറിച്ച് താഴെത്തിട്ടു. അത്ഭുതം! തടി താഴെ വീണ ഉടനെ അത് അപ്രത്യക്ഷമായി. തൽസ്ഥാനത്ത് ഒരു രാക്ഷസ യുവാവിന്റെ മൃതഗാത്രം വെട്ടേറ്റ് തലയറ്റ മാതിരി അവിടെ കാണപ്പെട്ടു. ആ ജഡം ആരുടേതാണെന്നും എങ്ങനെ സംഭവിച്ചുവെന്നും രാമചന്ദ്രന്റെ അകമലരിൽ ജ്ഞാനോദയമുണ്ടായി. പകച്ചുനിന്ന സീതയെയും ലക്ഷ്മണനെയും നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഒരു രാക്ഷസ യുവാവിന്റെ മൃതഗാത്രം തന്നെയാണ്. അവൻ വധ്യനായതിനാൽ വധിക്കപ്പെട്ടു എന്നേയുള്ളൂ. രാവണ ഭഗിനിയായ ശൂർപ്പണഖയുടെ പുത്രൻ ശുംഭകുമാരനാണിവൻ. ഇവൻ ഇവിടെ മൃത്യുഞ്ജയനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാദൃശ്ചികമായി മൈഥിലിയെ അവൻ ദൂരത്തിൽ വെച്ച് കണ്ടു. ദുർവികാര പ്രേരിതനായി തക്കം കിട്ടുമ്പോൾ സീതയുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടി അവൻ തൻ്റെ രാക്ഷസ മായാജാലം ഉപയോഗിച്ച് ഇങ്ങനെയൊരു മരത്തിന്റെ ആകൃതി പൂണ്ട് നിന്നതാണ്. ലക്ഷ്മണൻ അകലത്തിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ ആ ജഡം വലിച്ചു കൊണ്ടുവന്നിട്ട് മൂടിയതിനു ശേഷം വേറെ തടികൾ വെട്ടി പർണശാലയും നിർമ്മിച്ചു. ഇതിനിടയിൽ ശല്യത്തിനായി വന്ന ഒരുപാട് രാക്ഷസന്മാരെ ലക്ഷ്മണൻ കാലപുരിക്ക് അയക്കുകയും ചെയ്തു. ദാശരഥികൾ പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസമുറപ്പിച്ച വൃത്താന്തം ദണ്ഡകാരണ്യത്തിൽ പരന്നതോടുകൂടി മാമുനികളും ശിഷ്യന്മാരും നിത്യം എന്നവണ്ണം അവിടെ വന്ന് അവരെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പഞ്ചവടിയിൽ ചഞ്ചലമിഴിയായ ജാനകിയോടും അചഞ്ചല ചിത്തനായ അനുജനോടും കൂടി അഞ്ജനവർണ്ണനായ രാമചന്ദ്രൻ തൻ്റെ വനവാസ സമാപനത്തിലേക്ക് നീങ്ങി അടുക്കാൻ തുടങ്ങി. ചിത്രകൂടത്തിലെ ഹ്രസ്വകാലവാസവും പഞ്ചവടിയിലെ ദീർഘകാല നിവാസവും ഉൾപ്പെടെ 13 സംവത്സരങ്ങൾ തള്ളി നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി വനവാസ പൂർത്തിക്ക് 1 വർഷം മാത്രമേ വേണ്ടൂ. ആ 1 വർഷം രാമായണത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടമാണ്. ദണ്ഡകാരണ്യത്തിലെ രാക്ഷസ സങ്കേതമായ ജനസ്ഥാനത്തിൽ ഖരദൂഷണ
ത്രിശിരാക്കളായ രക്ഷോവര നായകന്മാരുടെ കൂടെയാണ് രാവണ ഭഗിനിയായ ശൂർപ്പണഖ അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. പഞ്ചവടിയിൽ മന്മഥ സുന്ദരന്മാരായ 2 യുവമുനികൾ പർണശാല കെട്ടി താമസിക്കുന്നുണ്ടെന്ന വിവരം അവൾ അറിഞ്ഞു. നാഗലോക യുദ്ധത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചതിനാൽ ഭഗിനിയുടെ സങ്കടം കണ്ട് അവൾക്ക് ഇഷ്ടമുള്ള പുരുഷനെ വരിച്ചുകൊള്ളാൻ അനുമതി നൽകി അവളെ തൻ്റെ വംശ്യ സഹോദരന്മാരായ ഖരദൂഷണ ത്രിശിരാക്കളുടെ സങ്കേതമായ ദണ്ഡകവനത്തിലേക്ക് ദശകണ്ഠൻ അയച്ചിരിക്കുന്നതാണ്. അങ്ങനെ അവൾ രാമചന്ദ്രന്റെ ആശ്രമത്തിലെത്തി. ഒരു യുവസുന്ദരിയുടെ വേഷം പൂണ്ട അവൾ താൻ രാവണ ഭഗിനിയാണെന്നും ശ്രീരാമചന്ദ്രൻ ആരാണെന്നും അന്വേഷിച്ചു. എന്നെക്കൊണ്ട് എന്തുപകാരമാണ് ഭവതിക്ക് വേണ്ടതെന്ന് രാമൻ ചോദിച്ചു. അപ്പോൾ അവൾ പറയുകയാണ്, അങ്ങ് എന്നെ പരിഗ്രഹിച്ച് എൻ്റെ ഭർത്താവായി എൻ്റെ കൂടെ പോരണം. രാമൻ പറഞ്ഞു, തനിക്കൊരു പത്നിയുണ്ടെന്നും അതുകൊണ്ട് അവളെ പരിഗ്രഹിക്കാൻ സാധ്യമല്ല എന്നും, എന്നാൽ തൻ്റെ അനുജനായ ലക്ഷ്മണനോട് പറയൂ, അവൻ സമ്മതിക്കുമെന്നും അവളോട് പറയുകയാണ്. ലക്ഷ്മണൻ താൻ രാമന്റെ ദാസനാണെന്നും ശൂർപ്പണഖ ഒരു ദാസപത്നിയായി തീരാനുള്ളവളല്ല, അതുകൊണ്ട് വീണ്ടും രാമന്റെ അടുത്തേക്ക് ചെല്ലൂ, അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രാമന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ശ്രീരാമന്റെ അടുത്തും ലക്ഷ്മണന്റെ അടുത്തും മാറി മാറി പ്രേമാഭ്യർത്ഥനയുമായി നടന്നു മടുത്ത ശൂർപ്പണഖ അവസാനം ദേഷ്യത്തിലായി സ്വന്തം രൂപം കൈക്കൊണ്ടു. ഈ സമയം സീതയെ ശൂർപ്പണഖ കണ്ടു. ഇവൾ മൂലമാണ് രാമൻ തന്നെ സ്വീകരിക്കാത്തതെന്നുള്ള കൊടിയ വൈരാഗ്യത്തോടും ഈ വിധമൊരു ഭുവനൈക മോഹിനിയെ തൻ്റെ ഭ്രാതാവിന് കാഴ്ചവെച്ചാൽ തന്നോട് കൂടുതൽ പ്രീതി തോന്നുമെന്നുള്ള വിശ്വാസത്തോടും കൂടി അവൾ അവനിപുത്രിയെ ബലമായി എടുത്തുകൊണ്ടു പോകാനായി ഉടജാന്തർ ഭാഗത്തേക്ക് ചാടിക്കടക്കാൻ ഭാവിച്ചപ്പോൾ രാമൻ മുമ്പോട്ട് വന്ന് തടുത്തു. തത്സമയം ലക്ഷ്മണൻ കുതിച്ചു ചാടി അടുത്തു വന്ന് ഖഡ്ഗത്താൽ അവളുടെ ശ്രവണ നാസികാ കുജങ്ങൾ ഛേദിച്ചു കളഞ്ഞു. 8 ദിക്കും പൊട്ടുമാറ് അലറിക്കൊണ്ട രാക്ഷസി പ്രാണവേദനയോടെ കാട്ടിനുള്ളിൽ ഓടിമറഞ്ഞു. രാമൻ സീതയോട് പറഞ്ഞു, മൈഥിലി സൂക്ഷിച്ചുകൊള്ളൂ, അണിയറ വിട്ട് നാം രംഗത്ത് പ്രവേശിക്കാറായി. സീത പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും ആ മുഹൂർത്തം കാത്തിരിക്കുന്നത്.